ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഇതാ കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ബിസ്മില്ലാ കറി വേൾഡ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ആക്കി തരുന്നത്. എന്നാൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. നന്നായിട്ട് കഴുകിയെടുത്ത കറിവേപ്പിലയാണ് ഇതിലേക്ക് ആവശ്യം. നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 6-7 അല്ലി ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, 1-2 പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്താണ്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇനി ചട്നി തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ വഴറ്റി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മളുടെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 6-7 അല്ലി തൊലി കളഞ്ഞ ചെറിയുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് രണ്ടും നല്ലതുപോലെ വഴറ്റി വരുമ്പോഴത്തേനും ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയുടെ ഇലകളാണ് കേട്ടോ. നല്ല രീതിയിൽ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കാം. അവസാനമായിട്ട് പുളിയുടെ കഷ്ണം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതൊരു 10 മിനിറ്റ് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. ചൂടോടുകൂടെ മിക്സിയിലിട്ടിട്ട് ഒരിക്കലും അരയ്ക്കരുത്. ചൂടാറി നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം വേണം നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കും. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് കല്ലിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മിക്സി ജാറിലേക്ക് നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് ആറിയ മിക്സ്ചർ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൈ പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല രീതിക്കൊന്ന് ഒതുക്കിയെടുക്കണം. വെള്ളം ഒരുപാട് ചേർക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കറിവേപ്പില ചട്നി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സൈഡ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണേ. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് കറിവേപ്പിലയ്ക്ക് പകരം പുതിന ഇലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്തിട്ട് ഇങ്ങനെ ചട്നി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കാം. എന്നാലും എൻ്റെ രീതിയിൽ ഞാനൊന്ന് വീഡിയോ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.